ഇന്ന് ഞാനേ ഒരു ബിരിയാണി ആയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് കരുതിയിട്ട് വേഗം പെട്ടെന്നൊക്കെ നമുക്ക് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ കൂടി അരി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് പച്ചക്കറി ഉണ്ടെങ്കിൽ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതായിട്ടാണ്. അപ്പോൾ ഞാൻ ഈ കുക്കറിൽ ഒരു 2 ഗ്ലാസ് അരിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരിയിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് അരിയിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം. അപ്പോൾ അങ്ങനെ 2 ഗ്ലാസ് അരിയിലേക്ക് 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടേ. അപ്പോൾ അതൊഴിച്ചിട്ട് അരിയിട്ട് വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് തിളച്ച് വരുമ്പോൾ അരിയിട്ട് കഴിഞ്ഞ് അതിലേക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നെയ്യിട്ട് പട്ടയും ഗ്രാമ്പും ഒക്കെ കൂടിയുള്ളതൊക്കെ കൂടിയിട്ട് ഞാൻ വറുക്കുകയൊന്നും ചെയ്തിട്ടില്ല, ഉള്ളി ഇട്ടിട്ടില്ല കേട്ടോ. എന്നിട്ട് അങ്ങനെ തന്നെ അവിടെ വെച്ച് അവിടെ വെച്ച് ഇനി അപ്പോഴേക്ക് ഞാൻ പച്ചക്കറികൾ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കിന് വിസിൽ വന്ന് ഒരു 5 മിനിറ്റ് അവിടെ വെച്ചതിന് ശേഷം 2 വിസിൽ വരുത്തിയതിന് ശേഷം കേട്ടോ അത് ഞാൻ നോക്കുന്നത്. പിന്നെ എടുത്ത് വെച്ചിരുന്നു. അതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ദാ ചോറ് ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല നെയ്ച്ചോറായിട്ടുണ്ടത്. അപ്പോൾ നമ്മൾ വറക്കൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ അങ്ങനെ നെയ്ച്ചോറായി. അപ്പോൾ ഇനി ഇത് വെച്ചിട്ടാണ് ഞാൻ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് പച്ചക്കറിയൊക്കെ വഴറ്റിയെടുക്കട്ടെ ആദ്യം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കുകയാണ് ചെയ്തത് കേട്ടോ. കുരുമുളകും ഇട്ട് പിന്നെ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കേട്ടോ. അതിന് ശേഷം ഞാൻ ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാല ഉണ്ട്, പൊടി തന്നെ. അപ്പോൾ അതൊരു 3 സ്പൂണ് ഇട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേ. അപ്പോൾ അതിലേക്ക് തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ തക്കാളി മുറിച്ചതിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് ഇതൊക്കെ ഞാൻ ഇട്ടിട്ടാ. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി. അപ്പോൾ എല്ലാം ഒന്നും അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ ഒരു കയ്യിൽ ഫോൺ കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഇതിപ്പോൾ വഴറ്റിയതിന് ശേഷം ഞാനൊന്ന് സിമ്മിലിട്ട് വെക്കുകയാണേ ഒരു 2 മിനിറ്റ്. അപ്പോൾ അതാ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അടി പിടിച്ചോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു, പക്ഷേ അടിയിലൊന്നും പിടിച്ചിട്ടില്ല നന്നായിട്ടൊന്നും. അങ്ങനെ അതൊക്കെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ ഈ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള നെയ്ച്ചോറുണ്ടല്ലോ അത് ഇതിലേക്കൊന്നുണ്ട് കൊട്ടി കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ തട്ടി കൊടുത്ത് കഴിഞ്ഞ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന ചൂടൻ ബിരിയാണി. അപ്പോൾ കഴിക്കാൻ പോരട്ടോ. താങ്ക് യു.